ഹായ്, നമ്മളിന്ന് ഒരു യാത്ര പോവാണ് കേട്ടോ. ദൂരേക്കൊന്നുമല്ല, ഈ ഹോസ്പിറ്റലിൽ പോയി മുത്തിന് വാക്സിനേഷൻ എടുക്കാൻ പോകുന്നതാണ് കേട്ടോ. പോകുമ്പോൾ ഉള്ള സന്തോഷമൊന്നും പിന്നെ കാണില്ല. പുറത്തിരിക്കുന്നവർക്കെല്ലാം ടാറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. ടാറ്റ കൊടുത്ത് 1.25 വയസ്സിൻ്റെ ഇഞ്ചക്ഷനാണ്. അത് ഹെൽത്തിൽ കിട്ടില്ല. അത് കാരണം പ്രൈവറ്റിൽ പോയി എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ പൂരപ്പറമ്പിൽ ആളൊഴിഞ്ഞ പോലെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, ലോഷനുകൾ, ഏത്തപ്പഴം വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഓഫറുള്ളത് കാരണം ഇപ്പി നൂഡിൽസ് വാങ്ങിച്ചു. പിന്നെ പയറ്, പരിപ്പ്, ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ടിന്ന് കാലിയായിരുന്നു, അതെല്ലാം വാങ്ങിച്ചു. പിന്നെ ആശുപത്രിയിൽ ഒരുപാട് സമയമായ കാരണം ഒത്തിരി നേരം കറങ്ങാൻ ചേട്ടനും സമ്മതിച്ചില്ല കേട്ടോ. അപ്പോഴാണ് പേരയ്ക്ക കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം. കുറേ നാളായി പേരയ്ക്ക കഴിക്കാൻ വേണ്ടി പേരയ്ക്ക വാങ്ങിച്ചു. പക്ഷെ നമ്മുടെ നാടൻ പേരയ്ക്കയുടെ ടേസ്റ്റൊന്നുമില്ല. നാടൻ പേരയ്ക്ക കടിച്ച് തിന്നുന്ന പോലെ ആവില്ലല്ലോ. അപ്പോൾ സവോള, പിന്നെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ചാക്ക് കണ്ടു കഴിയുമ്പോൾ ഓർക്കും ഒരുപാട് സാധനങ്ങളുണ്ടെന്ന്. കവർ കൊണ്ടുപോകാത്തതുകൊണ്ട് അവർ തന്നെ ഇതുപോലെ ചാക്കിനകത്താക്കി തന്നതാണ് കേട്ടോ. അപ്പം പച്ചക്കറികളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിലാണ് സോയാബീൻ വാങ്ങിച്ചത്. സോയാബീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് കാരണം വാങ്ങിച്ചു കേട്ടോ. പൊടികളെല്ലാം ചെറിയ ചെറിയ പാക്കറ്റുകളാണ് എടുത്തത്, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്. ഈ മാസത്തെ നമ്മുടെ ബഡ്ജറ്റാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റില്ല. കാരണം വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല, കടയിൽ പോയി വാങ്ങിക്കണ്ടേ, പിന്നെ പൈസ വേണ്ടേ. അപ്പം ഈ നിലത്ത് ചടഞ്ഞിരിക്കുന്ന കാണുമ്പോൾ എല്ലാവരും ഓർക്കുമായിരിക്കും സദ്യ ഉണ്ണാനിരിക്കുന്നതാണ് എന്നല്ലേ. അല്ല, ഞാൻ പെട്ടെന്ന് ഈ ചാക്കിനകത്ത് കുടഞ്ഞിടാനും എടുക്കാനും ഒക്കെ എളുപ്പത്തിന് എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, മുത്ത് നിൽക്കുന്നുണ്ട്. മുത്തിൻ്റെ അടുത്തേക്ക് ഈ ചാക്ക് കുടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോന്ന് ഓരോ ഭാഗത്തുനിന്ന് എടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.